വേദപുസ്തകത്തിൽ ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ സഭാജീവിതത്തിൽ, നമ്മുടെ പള്ളി ജീവിതത്തിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, പക്ഷെ പലപ്പോഴും നമ്മളത് കേൾക്കാറില്ല. വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പുരുഷാരത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുകയാണ്. പുരുഷാരം മുഴുവൻ അവൻ്റെ ചുറ്റുപാടുമുണ്ട്. അവൻ്റെ ശരീരത്തെ തിങ്ങി ഞെരുക്കി അവനതിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ അതിൻ്റെ ഒത്ത നടുക്കെത്തിയപ്പം ക്രിസ്തു തിരിഞ്ഞു നിന്നിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്: എന്നെ തൊട്ടത് ആര്? എന്നെ തൊട്ടത് ആര്? ഈ ചോദ്യം എല്ലാ ഞായറാഴ്ചകളിലും പള്ളി നിറച്ച ആളുണ്ടെങ്കിലും സിംഹാസനമിരിക്കുന്ന ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്: നീ എന്നെ തൊട്ടിട്ടുണ്ടോ? നമ്മൾ പറയുക, ഒരു ഞായറാഴ്ച മുടങ്ങാതെ പള്ളി വരുന്നവനാ, സമാജം കൂടുന്നവനാ, സൺഡേ സ്കൂൾ പഠിച്ചവനാ, മദ്ബഹായിൽ കയറുന്നവനാ. എനിക്ക് വളരെ രസം തോന്നി. പള്ളിക്കുള്ളിൽ പാട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ 2 ബിരുദന്മാർ വാട്സപ്പ് നോക്കുന്നത് ഞാൻ കണ്ടു. ഒരുത്തൻ കുർബാനക്രമത്തിൻ്റെ പുറകിലും ഒരുത്തൻ കാൽപ്പത്തിയുടെ വിടവിലും വെച്ചുകൊണ്ട്. ഞാൻ ഓർക്കായിരുന്നു, എത്ര ബുദ്ധിമാന്മാരാ, വളരെ ശ്രേഷ്ഠ. ഞാൻ കണ്ടു, ആളെയൊക്കെ എനിക്ക് പിടുത്തം കിട്ടി. കാരണം നമ്മളിതിലെല്ലാം സംബന്ധിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആത്മാവിൽ ഇതിലുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ പലപ്പോഴും നമുക്കത് കഴിയാതെ വരുന്നുണ്ട്, ഇല്ലേ? അവിടെയാണ് ക്രിസ്തു ചോദിച്ചു, എന്നെ തൊട്ടതാരാ? ശിഷ്യന്മാർ വിചാരിച്ചു ഇവൻ്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? കാരണം ഇതുവഴി പോയ എല്ലാ മനുഷ്യരും അവൻ്റെ ശരീരത്തെ ഒന്ന് തൊട്ടുരുമിയിട്ടുണ്ട്, ശരീരത്തെ സ്പർശിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്നെ നിങ്ങൾ തൊട്ടതുപോലല്ല, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞ ഒരു അനുഭവത്തിൽ നിന്നാണ് ചോദിക്കുന്നത്, എന്നെ തൊട്ടതാരാ? ആ സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് പേരുകൊണ്ടല്ല. ആ സ്ത്രീയെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് അവളുടെ ഭർത്താവിൻ്റെ പേരിലോ കുടുംബ പേരിലോ ഉദ്യോഗത്തിൻ്റെ പേരിലോ അല്ല, മറിച്ച് അവളെ വേദപുസ്തകം പരിചയപ്പെടുത്തിയത് അവളുടെ രോഗാവസ്ഥയുടെ പേരിലാണ്. എ വുമൺ വിത്ത് ഇഷ്യൂ ഓഫ് ബ്ലഡ്, രക്തസ്രാവക്കാരിയായ സ്ത്രീ ആണോ വേദപുസ്തകം അങ്ങനെ പരിചയപ്പെടുത്തി? എന്തിനാന്ന് ചോദിച്ചാൽ അവളുടെ ആ ബലഹീനത നിമിത്തം ആരും അവളെ ഒരു പൊതുസമൂഹത്തിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നിടത്ത് ബന്ധപ്പെട്ട് അവൾ പറയുന്നത് ഇങ്ങനെയാണ്: അവൾ ക്രിസ്തുവിൻ്റെ ശരീരത്ത് പോലും അല്ല സ്പർശിച്ചത്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിങ്കൽ തൊട്ടടുത്ത് അവൾക്ക് എന്തുണ്ടായി? ഇതിൻ്റെ പേരാണ് വിശ്വാസം. മഹാഭാരതത്തിൽ പഞ്ചപാണ്ഡവന്മാരെ കുറിച്ച് പഠിക്കാറുണ്ട്, അല്ലേ? പഞ്ചപാണ്ഡവന്മാർ എത്ര പേരാ? ആനപ്രമ്പാലുകാർക്ക് കണക്കെത്ര പോരും തോന്നും. പഞ്ചപാണ്ഡവന്മാർ 5 പേർ കൂടെ ഒറ്റ ഭാര്യയുള്ളായിരുന്നു. സത്യം പറഞ്ഞ അവന്മാരെ നാമിക്കണോ, അല്ലേ? 5 ഭർത്താക്കന്മാർക്ക് ഒറ്റ ഭാര്യ. അങ്ങനെ ജീവിതമൊക്കെ മുന്നോട്ട് പോയി. അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായ മൂത്ത സഹോദരനായ യുധിഷ്ഠിരൻ്റെ അടുക്ക വന്നിട്ട് ഭാര്യ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പാഞ്ചാലി ചോദിക്കും, എടോ മനുഷ്യ, ഞാൻ കല്യാണം കഴിക്കാത്ത അച്ഛനാ, പക്ഷെ കല്യാണം കഴിച്ച കുറേ അച്ഛന്മാരെ എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം, ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. എടോ മനുഷ്യ, പല സ്ത്രീകളും ഇരുന്ന് ചിരിക്കുന്നു, നിങ്ങൾ ഇതിനേക്കാൾ കട്ടിക്കാ പറയുന്നതെന്ന് എനിക്കറിയാം. എടോ മനുഷ്യ, ജീവിതത്തിലെല്ലാം പരാജയപ്പെട്ടിട്ട് എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട്, യുധിഷ്ഠിരന് മറ്റൊരു പേരും കൂടിയുണ്ട്, ധർമ്മപുത്രർ. ധർമ്മം പാലിക്കുന്നവന്, എല്ലാ ഇടങ്ങളിലും ധർമ്മം കൈവിടാതിരുന്ന എത്തിക്സ് പാലിച്ച ഒരാളായിരുന്നു ആര്? യുധിഷ്ഠിരൻ. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് പരാജയപ്പെട്ട് ജീവിതത്തിൻ്റെ പടുകുഴിയിലിരിക്കുമ്പം ഭാര്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടോ മനുഷ്യ, ജീവിതത്തിലെല്ലാം കൈമോശം വരുത്തി കളഞ്ഞു, രാജ്യം പോയി, പ്രജ പോയി, സൈന്യം പോയി, സഹോദരങ്ങൾ പോയി, ഇതാ സ്വന്തം ഭാര്യയായി എന്നെ കൂടെ പണയപ്പെടുത്തി കളഞ്ഞു. ഇനി എല്ലാം വിട്ടുകളഞ്ഞിട്ടും എല്ലാം കളഞ്ഞു പോയിട്ടും താൻ പാലിക്കുന്ന ഈ ധർമ്മം കൊണ്ട്, ഈ എത്തിക്സ് കൊണ്ട് എന്ത് പ്രയോജനം? ഈ വിശ്വാസം കൊണ്ട് എന്ത് പ്രയോജനം? നമ്മളും പലപ്പോഴും നമ്മുടെ ക്രിസ്തു ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും പ്രയാസങ്ങളാണ്, ദുഃഖങ്ങളാണ്. ഞാൻ ദൈവത്തെ വിളിക്കാതെ നിന്നിട്ടല്ല, എനിക്ക് അവനോട് ഇഷ്ടമില്ലാഞ്ഞില്ല, പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും വെച്ച് തരുന്ന എന്താ? പ്രതിസന്ധികളാണ്. എത്രയോ തവണ ഞാൻ ഈ പള്ളി വന്ന് പ്രാർത്ഥിച്ചു, പരിമലെ പോയി മുട്ടുകുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, പക്ഷേ എന്താ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ പ്രതിസന്ധി മാറ്റാം? നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? നമ്മുടെ വിശ്വാസം ചഞ്ചലപ്പെടുന്ന പല അനുഭവങ്ങളുണ്ടായിട്ടില്ലേ? ഇത് തന്നെയാണ് ഇവളും ഈ ഭർത്താവിനോട് ചോദിച്ചത്. അവൻ കൊടുത്ത മറുപടി ശ്രേഷ്ഠമാണ്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഞാൻ പാലിക്കുന്ന വിശ്വാസം, ധർമ്മം എന്തിനാന്ന് ചോദിച്ചപ്പം യുധിഷ്ഠിരൻ പറയുന്ന മറുപടി ഇതാണ്: അതിന് ഞാൻ ധർമ്മം പാലിച്ചത് അതിൻ്റെ ഫലം എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ല. ഞാനൊരു വിശ്വാസിയായിരിക്കുന്നത് എൻ്റെ ദൈവത്തെ കൊണ്ട് എനിക്ക് ചിലത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ ഇന്ന് നാം ഗീവർഗീസ് സഹദായുടെ ഓർമ്മയിൽ ഇവിടെ ഇരിക്കുമോ? ഒറ്റ വാക്കുകൊണ്ട് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു മരണം കൈവരിക്കേണ്ടതായിട്ട് വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസമെന്നാൽ
ആഴമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്കെന്ത് ലഭിക്കും എന്ന ബോധ്യത്തിലുള്ള വിശ്വാസമല്ല, മറിച്ച് ദൈവം എനിക്ക് എന്ത് വെച്ച് നീട്ടിയാലും സന്തോഷത്തോടെ ഏറ്റെടുക്കും എന്ന ബോധ്യത്തിൻ്റെ പേരാണ് വിശ്വാസം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മരണത്തിനപ്പുറം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ശിഷ്യന്മാരൊക്കെ പറയുന്നുണ്ട്, ഇവിടെ കിടന്ന പട്ടിണി കിടന്ന് ജാഗത്തേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പഴയ ജോലിയിലേക്ക് പോകാം. പത്രോസ് മുന്നിട്ടിറങ്ങി. കാരണം പത്രോസ് പറഞ്ഞു, എനിക്ക് മുക്കുവന്മാരിൽ PhD ഉള്ള മുക്കുവനാണ് ഞാൻ. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. മീൻ പിടിക്കേണ്ടത് എങ്ങനെയാണെന്നും എവിടെ നിന്ന് പിടിക്കണമെന്നും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് പത്രോസിനെ വിളിച്ചപ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ പടക് കരയ്ക്ക് കെട്ടിയിട്ടിട്ട് പോകുന്നവനാ. എന്തെങ്കിലും തിരിച്ചു പോകേണ്ടി വന്നാൽ അതിലേക്ക് പോകാമെന്ന് പ്രതീക്ഷ അവനുണ്ടായിരുന്നായിരിക്കാം. പക്ഷേ തിരിച്ച് പടകിൽ ചെന്ന പത്രോസും സഹശിഷ്യന്മാരും ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ രാവെളുക്കുവോളം അധ്വാനിച്ചു. ഞാനൊരു കോട്ടയംകാരനാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് കുട്ടനാട്ടുകാർക്കും കൃത്യമായിട്ട് പറയാം. ഞങ്ങളുടെ കോട്ടയം ഭാഷയിൽ ഒരു പറച്ചിൽ പറയും, ഒരു പൂഞ്ഞാനെ പോലും കിട്ടിയോ? PhD ഉള്ള മുക്കുവനും കൂട്ടുമുക്കുവന്മാരും കൂടെ രാവെളുക്കുവോളം അവിടെ അധ്വാനിച്ചു. ആ കടലിൽ മീനില്ലാഞ്ഞിട്ടല്ല, അവരുടെ വലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ല, അവരുടെ പടകിന് കുഴപ്പമുള്ളത് കൊണ്ടല്ല, പോയവരാരും മോശക്കാരും ചില്ലറക്കാരുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ അധ്വാനം വിഫലമായി പോയത്? അതിൻ്റെ ഉത്തരം ഇതാണ്, ദൈവം കൂടെയില്ല എന്നുള്ളതാണ്. ക്രിസ്തു അവരുടെ കൂടെയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, എല്ലാ പ്രയത്നങ്ങളും അവസാനിപ്പിച്ച് പരാജിതനായി നിൽക്കുന്നിടത്ത് പത്രോസിനോട് വന്നിട്ട് യേശു ക്രിസ്തു പറഞ്ഞു, നീ വലതുഭാഗത്തോട്ട് വലയിറക്കുക. ഞാൻ കഴിഞ്ഞ വർഷം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അപ്പം ഞാൻ എഞ്ചിനീയറിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവനാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിൻ്റെ ചുമതലയായിരുന്നു എനിക്ക്. അപ്പോൾ ഈ പരീക്ഷയുടെ സമയമാകുമ്പം ഇവന്മാർ പഠിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ മുറിയിലോട്ട് ചെല്ലും. അപ്പം എന്നെ കാണുന്ന ഉടനെ എന്തെങ്കിലും ഒരു പുസ്തകം, കാരണം എഞ്ചിനീയറിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതായതുകൊണ്ട് ഏത് പുസ്തകം തുറന്നു വെച്ചാലും എന്നെ സംബന്ധിച്ചുകൊണ്ട് അവൻ പഠിക്കുക. ഒരു തവണ ഞാൻ ചെന്നപ്പോൾ ഒരു ബിരുദൻ തച്ചിനിരുന്ന് എഴുതുക. അപ്പം എനിക്കങ്ങ് വലിയ സന്തോഷം, ഒരു ഓർത്തഡോക്സുകാരനാണ്. തച്ചിന് എഴുതുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, ഇവൻ ഇത്ര ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നല്ലോ. ഞാൻ പുറകിൽ പോയി അവൻ അറിയാതെ നിന്നപ്പോഴറിഞ്ഞത് നാളത്തേക്കിനുള്ള കോപ്പി തച്ചിനിരുന്ന്. പക്ഷേ എനിക്ക് വലിയ കുറ്റബോധം തോന്നിപ്പോയി. ആ കോപ്പി മുഴുവൻ ഞാൻ ഒറ്റയടിക്ക് ചുരുട്ടി കളഞ്ഞു. അവൻ്റെ എത്ര ദിവസത്തെ പ്രയത്നമായിരുന്നെന്നറിയാമോ? അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും നമ്മുടെ അധ്വാനങ്ങളൊക്കെ നമ്മുടെ കഴിവ് കൊണ്ട് സാധ്യമാകും അല്ലേ? പലപ്പോഴും നമ്മൾ ചിന്തിക്കും. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, കല്യാണം കഴിക്കണ്ട അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള പ്ലാനുണ്ടോ? ഇപ്പം കെട്ടിച്ചാൽ കെട്ടാന്ന് ചിലർ പറയുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഭൂരിപക്ഷം പേര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വിവാഹം വേണ്ട. പക്ഷെ ഒരു വലിയ പ്രതിസന്ധിനകത്ത് കിടപ്പുണ്ട്. ഞങ്ങൾക്ക് കല്യാണം കെട്ടിക്കാനുള്ള കൊതി കൊണ്ടല്ലത് പറയുന്നത്. ഒരു 35-40 വയസ്സാകുമ്പം ഒരു സ്പിരിച്വൽ റീസണിൻ്റെ ബേസിലല്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർക്കൊക്കെ എന്തുണ്ടാവും? നിരാശയുണ്ടാവും. ഒരു കാരണം കൊണ്ട്, ദൈവബന്ധത്തിലുള്ളൊരു കാരണം കൊണ്ടല്ലാതെ അങ്ങനെ ജീവിക്കാൻ മുന്നിട്ടിറങ്ങിയാൽ എന്തുണ്ടാകും? അങ്ങനെ കാരണം കണ്ടുകൊണ്ട് ഇറങ്ങിയവർക്ക് പോലും നിരാശ നേരിട്ട സഭാ പ്രതിസന്ധികളുണ്ടായ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഓർത്തുകൊള്ളണം, ക്രിസ്തുവില്ലാത്ത നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളിലും എന്തുണ്ടാകത്തില്ല? ഫലമുണ്ടാകത്തില്ല. അവിടെയാണ് ദൈവത്തിലുള്ള വിശ്വാസത്തെ അവർക്ക് ഊട്ടിയുറപ്പിക്കേണ്ടതിന് അവിടെ വന്ന് മുക്കുവന്മാർക്ക് ക്ലാസ് കൊടുക്കുന്ന ഒരു മരപ്പണിക്കാരനെ കാണുന്നത്. ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? കടലിൽ മീൻ പിടിക്കേണ്ട വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആരാ? ഒരു കാർപ്പൻ്റർ ചെന്നിട്ട് ഫിഷർമെന് പറഞ്ഞു കൊടുക്കുക. ഒരു തച്ചൻ മുക്കുവന് മീൻ പിടിക്കേണ്ട കാര്യം പറഞ്ഞു കൊടുത്താൽ അംഗീകരിക്കുമോ? പക്ഷെ അംഗീകരിച്ച് കൊടുത്തേ മതിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്രയും നേരം അധ്വാനിച്ചിട്ടും കിട്ടാതിരുന്നിട്ടും 183 വലിയ മത്സ്യങ്ങൾ ആരുടെ വലയിലേക്ക് പ്രവേശിച്ചു? പത്രോസിൻ്റെ വലയിലേക്ക് പ്രവേശിച്ചു. അവൻ സന്തോഷത്തോടു കൂടി ക്രിസ്തുവിനെ നേരിടുന്ന അനുഭവമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ജീവിതത്തിൽ പലപ്പോഴും ഇന്ന് നമ്മൾ സഭാജീവിതം നടത്തുമ്പോഴും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള വലിയ പരാതി ഇതാണ്, ജീവിതത്തിൽ യാതൊരു സാക്ഷ്യമില്ല. വിശ്വാസ ജീവിതത്തിൻ്റെ സാക്ഷ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പലർക്കും കഴിയുന്നില്ല. സിനിമാ നടനായ ശ്രീനിവാസൻ ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടോ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം ഇല്ലാതിരിക്കുന്നതാണ് അങ്ങേരുടെ അന്തസ്സിന് നല്ലത്. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം ഇല്ലാതിരിക്കുന്നതാണ് അങ്ങേരുടെ അന്തസ്സിന് നല്ലത്. ഇതൊരു നിരീശ്വരവാദി പറയാൻ കാരണം എന്താ? കാരണം നമ്മളാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവബന്ധത്തിൽ നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? അവിടെയാണ് പലപ്പോഴും ഈ പെരുന്നാളിലൊക്കെ സംബന്ധിക്കും എനിക്കുള്ള ഒരു വലിയ ഭാരമുണ്ട്. ഒരു രക്തസാക്ഷി മരണം ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തിയ ഒരു കഥയുണ്ട്. മറ്റൊന്നുമല്ല, ഒരു പുരോഹിതനെ മതപീഡനത്തിൻ്റെ കാലത്ത് അറസ്റ്റ് ചെയ്തു, വധശിക്ഷയ്ക്ക് വിധിച്ചു.
മരണം കാത്തു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു. ഭാര്യ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഒരു വാക്ക് ക്രിസ്തുവിനെ ഒന്ന് ഉപേക്ഷിച്ച് പറഞ്ഞാൽ നമുക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കരുതോ? ആ പുരോഹിതൻ ചോദിച്ചു, ഞാൻ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് പുറത്തോട്ട് വന്നാൽ എത്ര വർഷം കൂടെ ജീവിക്കാം? ഭാര്യ പറഞ്ഞു, നമുക്ക് തരക്കേടില്ലാത്ത ആരോഗ്യമല്ലേ, കുറഞ്ഞത് ഒരു 25 വർഷമെങ്കിലും നമുക്ക് സുഖിച്ച് ജീവിക്കരുതോ? ആ ഭർത്താവ് പറഞ്ഞു, ആ പുരോഹിതൻ പറഞ്ഞു, എനിക്ക് 25 വർഷം പോരാ, 25 കോടി വർഷം എൻ്റെ ദൈവസന്നിധിയിൽ നിത്യമായ ആനന്ദത്തിൽ ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഞാൻ മരിക്കും. നമുക്ക് എത്ര പേർക്ക് ഇത് പറയാൻ സാധിക്കും? ഒരു വിശ്വാസ ബന്ധത്തിൽ നിന്ന് ജീവിതത്തിലെ നഷ്ടങ്ങളിൽ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമുക്ക് എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? എൻ്റെ ദൈവബന്ധത്തിൽ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകത്തില്ല എന്ന്. പലപ്പോഴും ഈ ക്രിസ്തീയ ഗാനങ്ങളൊക്കെ പാടുമ്പം നമുക്കൊരു ആത്മാവുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഈ പ്രതിസന്ധി മുന്നിൽ വരുമ്പം നമ്മൾ കേട്ട പ്രസംഗങ്ങളും കേട്ട പാട്ടുകളും ഒക്കെ വിസ്മരിച്ചു പോകും. അവിടെ ഒന്നാമത് ഈ സഹദായുടെ ഓർമ്മയിൽ നമ്മളായിരിക്കുമ്പം ഓർത്തെടുക്കേണ്ടുന്നതും ജീവിതത്തിൽ പാലിക്കേണ്ടതുമായ ആദ്യത്തെ സുഹൃതമാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം. അതെങ്ങനെയുള്ള വിശ്വാസമാണ്? നിർവ്യാജമായ വിശ്വാസം, കളങ്കമില്ലാത്ത വിശ്വാസം. അത് നഷ്ടങ്ങളുടെ പട്ടിക ഉയർത്തുന്ന വിശ്വാസമല്ല, ലാഭത്തിൻ്റെ കണക്ക് നോക്കുന്ന വിശ്വാസമല്ല, മറിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് രീതിയിൽ ഇടപെട്ടാലും അത് ദൈവപദ്ധതിയാണെന്ന് പറഞ്ഞ് തലകുനിക്കുന്ന വിശ്വാസം. ഇതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാകണം. 2, പ്രത്യാശ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റിയ പേരാണ് പ്രത്യാശ. ഇപ്പോഴത്തെ പേരൊക്കെ കേട്ടാൽ തന്നെ ഞാനൊരിടത്ത് ഒരു ശവസംസ്കാരത്തിന് പോയി. അപ്പോൾ കോട്ടയത്ത് ഒരു വലിയച്ഛൻ കാപ്പ് കുടിക്കാനിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ പേരെന്നാ? അപ്പോൾ ഞാൻ പറഞ്ഞു നോബിൻ. അച്ഛൻ എടുത്തവായി പറഞ്ഞു, പട്ടിക്കിടുന്ന പേരൊക്കെയാണ് ഇപ്പോൾ അച്ഛന്മാർക്ക് ഇടുന്നത്. 33 വയസ്സായി എനിക്ക്. ഈ 33 വർഷമായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നോബിൻ എന്ന പേരിൻ്റെ അർത്ഥം. എൻ്റെ അപ്പൻ്റെ പെങ്ങളിൽ വീടിൻ്റെ വാതിൽക്കൽ കൂടി ഓടിയ ഒരു ബസ്സിൻ്റെ പേരാണ് എനിക്ക് ഇട്ടത്, നോബിൻ ട്രാവൽസ്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ അച്ഛനായിട്ട് 8 വർഷമായി. ഇതെൻ്റെ 8ാമത്തെ സ്ഥലമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ കയ്യിലിരിപ്പുണ്ടല്ല. ജീവിതവും അവിടെ ഒരു പൊരുത്തമുള്ളത് നല്ലതാണ്. ഇനി പേരിട്ടില്ലെങ്കിലും വേണ്ട, നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ടോ? എന്താ പ്രത്യാശ? നല്ലത് ഭവിക്കുമെന്ന ആശയുടെ പേരാണ് പ്രത്യാശ. നല്ലത് സംഭവിക്കും എന്ന ആശ. വേദപുസ്തകത്തിൽ ഒരമ്മയെ പരിചയപ്പെടുത്തുന്നുണ്ട്. എ സീറോഫെനീഷ്യൻ വുമൺ, കനാന്യക്കാരിയായ അമ്മ. അവൾ വന്നിട്ട് ക്രിസ്തുവിനെ നിരന്തരം പുറകെ നടന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവളുടെ ആവശ്യം വളരെ ചെറിയൊരു ആവശ്യമാണ്. കാരണം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എനിക്ക് ആകെയുള്ളതൊരു പെൺകുഞ്ഞാണ്, ആ മകൾക്ക് ഭൂതോപദ്രവം നേരിട്ടിരിക്കുക, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഒരു സൗഖ്യം വേണം. ഇത്രമാത്രമാണ് അവളുടെ ആവശ്യം. പക്ഷെ വേദപുസ്തകത്തിൽ ഇത്രയും കഠിനമായി ക്രിസ്തു പ്രതികരിച്ച മറ്റൊരനുഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിസ്തു അവളെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ശ്രദ്ധിക്കാതിരുന്നിട്ടും അവൾ വീണ്ടും അസഹ്യപ്പെടുത്തിയപ്പം ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, എന്തെങ്കിലും ഒരു ഉപാധി അവൾക്കുണ്ടാക്കി കൊടുക്കുക. ക്രിസ്തു അവരോട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ടും സ്ത്രീ വിട്ടുകളഞ്ഞില്ല. അവൾ ഒരു അമ്മയായതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ഭാഗം, സഭയുടെ ഭാവി ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിശ്വാസം. പക്ഷേ എനിക്ക് ഈ പള്ളി വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച, ഒരു അപ്പനും മകനും കൂടെ ഇവിടെ ഇരിക്കുന്നതാണ്. ഒരു കൊച്ചിനെ വെച്ചുകൊണ്ട് ഒരു അപ്പൻ അവിടെ ഇരിപ്പുണ്ട്. അത് ജീവിതത്തിലെ ഏറ്റവും അവന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ മൂലധനം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവന് നിങ്ങൾ കോടികൾ ബാങ്കിലിട്ട് കൊടുത്താലും അവൻ നിങ്ങളെ ഒരു ഓൾഡേജ് ഹോമിൽ കൊണ്ടുവന്ന് ഇടും. പക്ഷെ മടിയിലിരുത്തി അവന് ദൈവത്തെ കാണിച്ചു കൊടുത്താൽ അവൻ ഒരു വേള ചിന്തിക്കും, അയ്യോ എനിക്ക് വേണ്ടി ഒരുപാട് വെയിൽ കൊണ്ട് എൻ്റെ അപ്പനാണ് കിടക്കുന്നത്. അടുത്തിടയിൽ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഒരു വൈദികൻ പറഞ്ഞ ഉദാഹരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പറഞ്ഞെങ്ങനെയാണ്, അമ്മ മരിച്ചു കിടക്കുമ്പം ആ ചെറുപ്പക്കാരൻ അമ്മയ്ക്ക് ഉമ്മ കൊടുത്തത് അമ്മയുടെ ഗർഭപാത്രത്തിനാണ്, വയറ്റിലാണ്. ഏറ്റവും കൂടുതൽ കടപ്പാട് പുലർത്തേണ്ടുന്ന ഒരു കാലം. പക്ഷേ ഇന്ന് ഇതൊക്കെ വളരെ മാഞ്ഞു പോയിരിക്കുന്നൊരു കാലത്ത് നമ്മൾ ജീവിക്കുക. പക്ഷെ അമ്മമാരിൽ എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ കണ്ണുനീരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള നിങ്ങളുടെ കടിഞ്ഞാൺ. ആണോ? നിങ്ങൾക്കതിനെന്തുണ്ടാകണം? ആദ്യം ഒരു ദൈവബന്ധം ഉണ്ടാകണം. നിങ്ങൾക്ക് ആഴമായൊരു ദൈവബന്ധം ഉണ്ടെങ്കിൽ വടിയെടുക്കാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് വ്യക്തിപരമായിട്ടറിയാം, പല കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഇന്ന് പറ്റിപ്പോകുന്ന കുഴപ്പം പേരൻറ്റിങ്ങിൽ വന്ന കുഴപ്പമാണ്. കാരണം നിങ്ങൾക്കൊരു ദൈവബന്ധമോ ഒരു ഡിസിപ്ലിനോ പലപ്പോഴും ഇല്ലാതെ പോകുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം ആഴമുള്ളതായാൽ വീണു പോയാലും വീണിടത്തുനിന്ന് എഴുന്നേറ്റ് വരാൻ ആ കുഞ്ഞിനെ ദൈവം പ്രാപ്തനാക്കും. ശങ്കരാചാര്യയെക്കുറിച്ച് പറയുന്ന ഒരു കഥ ഇങ്ങനെയാണ്.
ബാല്യത്തിൽ അദ്ദേഹത്തെ കൊണ്ട് അമ്മ കുളിക്കാൻ ആറ്റിപ്പോയി. കുളിച്ചുകൊണ്ടിരുന്നപ്പം ശങ്കരാചാര്യ കുഞ്ഞിനായിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കാലയിൽ ഒരു മുതല വന്ന് പിടിച്ചു. മുതല കുഞ്ഞിനെ അപഹരിച്ചു കൊണ്ടുപോകാൻ നേരത്ത് അമ്മ കുഞ്ഞിൻ്റെ കൈക്കും കയറി പിടിച്ചു. ഒരു വശത്ത് അമ്മയും ഒരു വശത്ത് മുതലയും തമ്മിൽ മൽപ്പിടുത്തമായി. മൽപ്പിടുത്തത്തിനടുത്ത് അമ്മ ഉറക്കെ പറഞ്ഞു, എൻ്റെ ഈ കുഞ്ഞിനെ ജീവനോടെ എനിക്ക് തന്നാൽ ഞാനിവനെ ഈശ്വരന് സമർപ്പിച്ചു കൊള്ളാം. ഈ ഒറ്റ വാക്കിൽ അവിടെ ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ആ സമയം മുതൽ മുതലയുടെ പല്ലിനേക്കാൾ അമ്മയുടെ കൈക്ക് ശക്തിയുണ്ടായി. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇത് ദൈവം തന്നൊരു അനുഗ്രഹമാ, ദൈവമേ നീ കാത്തോണമെന്ന് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ഇപ്പം അതൊക്കെ പറയാൻ നമുക്ക് ചമ്മലുള്ളൊരു കാലമാണ് അല്ലേ? എൻ്റെ അമ്മ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോകുമ്പോഴും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും, പോകാൻ നേരത്തൊരു ഉമ്മ തരികയും ചെയ്യും. ഇപ്പോഴും ഞാൻ വീട്ടിൽ പോയിട്ട് ഇറങ്ങുമ്പം അമ്മയ്ക്ക് ഉമ്മ കൊടുത്തില്ല, അമ്മ സമ്മതിക്കുകയില്ല. എനിക്ക് പിന്നെ വേറെ ഉമ്മ കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തലമുറക്ക് ഉമ്മ കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ പല അപ്പനമ്മമാർക്ക് ഇത് വലിയ നാണക്കേടാ. ഇവിടെ ഇരിക്കുന്ന മീശപിരിച്ച അപ്പന്മാരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ: നിങ്ങൾ വേദപുസ്തകം വായിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, മകനെ നീ വേദപുസ്തകം വായിക്കണം. നിങ്ങൾ പള്ളിയിൽ പോയി കമ്മിറ്റി ഒച്ച വെക്കാനല്ല, നിങ്ങൾ പള്ളിയിൽ പോയി ദൈവത്തെ കണ്ടിട്ട് പറയണം, ജീവിതത്തിൽ തളർന്നു വീണാലും നമ്മൾ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മുടെ സഭ ശോഭിതമാകുന്നത്. പലപ്പോഴും ഇത് കൈമോശം വന്നു പോകുന്നു എന്നുള്ളത് ഒരു നിർഭാഗ്യകരമായ കാര്യമാണ്. പോകട്ടെ, ഈ കനാന്യ സ്ത്രീ വന്നിട്ട് ക്രിസ്തുവിനോട് പറയുന്ന ഒരു കാര്യം, അപേക്ഷിക്കുന്ന കാര്യം വീണ്ടും നിരാകരിക്കുമ്പം അടുത്ത വാചകം പറയുന്നത് ഇങ്ങനെയാണ്: മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് പച്ചയ്ക്ക് അവളെ നായയെന്ന് വിളിക്കുക. കാരണം അവളൊരു വിജാതീയ സ്ത്രീ ആയിരിക്കാം. പക്ഷേ അമ്മ പിണങ്ങിപ്പോയോ? നിങ്ങളുടെ വികാരിയച്ഛൻ വളരെ സ്നേഹമായിട്ട് ഇടപെടുന്ന ഒരു അച്ഛനാണ്. ഞാൻ സെമിനാരിൽ ചെന്ന് ആദ്യത്തെ ആഴ്ച അച്ഛൻ്റെ കുറേ കഥകളൊക്കെ കേട്ട് ഒരുപാട് ചിരിച്ചു. എനിക്ക് അതുകൊണ്ട് അച്ഛനെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. നിങ്ങൾക്കും അച്ഛനോട് വലിയ സന്തോഷമായിരിക്കും ഇല്ലേ? നാളെ അച്ഛൻ ഒരു കാര്യത്തിന്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വരുമ്പം നടക്കില്ല എന്ന് ചിരിക്കാത്ത മുഖത്തോടു കൂടി പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? മൂന്നാം പൊക്കം ITOയിൽ സുനിലിനെ വിളിക്കും ഇല്ലേ? ഇല്ലേ? ഇപ്പം അച്ഛന്മാർക്ക് ഗതികെട്ട കാലമാണ്. ഒരു അനൗൺസ്മെൻറ്റ് പോലും പറയാൻ പറ്റില്ല, പള്ളിക്കകത്തിരുന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന കാലമാണ്. കാരണം നമുക്കൊരു ചെറിയ കാര്യം മതി, പെട്ടെന്ന് നമ്മൾ എന്തു ചെയ്യും? പിണങ്ങും. നമ്മൾ ഭയങ്കര ഭക്തരാണെന്നാണ് പറയുന്നത്, പക്ഷേ ഒരു ചെറിയ കാര്യം വന്നാൽ നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ ഈഗോ തളർത്തിക്കളയും. നമ്മളെ ആരെയെങ്കിലുമാണ് ക്രിസ്തു ഇങ്ങനെ നേരിട്ടതെങ്കിൽ നമ്മളെന്തോ ചെയ്യും? എപ്പോൾ സഭ വിട്ടെന്ന് ചോദിച്ചാൽ മതി. ചിലർ പള്ളി വരാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അച്ഛൻ്റെ കുർബാന അങ്ങോട്ട് പോരെന്നാണ് പറയുന്നത്. ചിലർ പറയുന്ന അച്ഛന് നീട്ടമാണെന്നാണ് പറയുന്നത്. എന്തെല്ലാം കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ കേട്ട വാക്ക് എത്ര കഠിനമാണ്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കുഞ്ഞിനൊരു സൗഖ്യം ചോദിച്ചപ്പം കർത്താവ് അവളെ വിളിച്ചത് നായയെന്നാണ്. പക്ഷെ അവൾ പോയോ? ഞാൻ പറയും, ആരാണ് ഒരു അമ്മയെന്ന് ചോദിച്ചാൽ വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു, എ സിറോഫെനീഷ്യൻ വുമൺ. അവൾ എന്ത് പറഞ്ഞു? അവൾ കർത്താവിനോട് തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞു. നിങ്ങൾക്കെല്ലാം തൻ്റെ ഇടം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ തൻ്റെ ഇടത്തോട് പറയണേ ഒരു ന്യായം കൂടെ വേണം. കർത്താവിനോട് തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞു, മക്കളുടെ വട്ടയപ്പോക്കെ അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വേണ്ട, പക്ഷെ മേശയിൽ നിന്ന് വീഴുന്നത് എൻ്റെ അവകാശമാണ് എങ്കിൽ അത് മേടിച്ചുകൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. ആണോ? ഇത് പറഞ്ഞവളാണ് അമ്മ. ഇത് പറയുമെന്ന് ക്രിസ്തുവിന് അവളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരുന്നിരിക്കണം ഇല്ലേ? അവൾ പറഞ്ഞു, മേശയിലിരിക്കുന്ന അപ്പോൾ ഒന്നും ഞാൻ ചോദിച്ചില്ല, അതെനിക്ക് വേണ്ടതാനും, പക്ഷെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് അതെൻ്റെ അവകാശമാണ് എങ്കിൽ ഞാനത് മേടിച്ചുകൊണ്ടേ പോകൂ. ഇതിൻ്റെ പേരാണ് പ്രത്യാശ. ജീവിതത്തിൽ ഏതെല്ലാം അനുഭവങ്ങൾ വന്നാലും നമ്മൾ പെട്ടെന്ന് ഗിവപ്പ് ചെയ്യുന്നവരാ, അല്ലെങ്കിൽ ഇവിടം കൊണ്ട് തീർന്നുവെന്ന് പറയുന്നവരാ, നിരാശപ്പെടുന്നവരാ, മറ്റു വഴികൾ തേടുന്നവരാ. നമ്മൾ എവിടെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുകൊണ്ട് ദൈവത്തിനൊരു കാര്യം എന്നെക്കുറിച്ച് ചെയ്യിപ്പിക്കാനുണ്ട്, ദൈവത്തിന് ഇനിയും ചില കാര്യങ്ങൾ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചെയ്യണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് പ്രത്യാശ. ബോബി ജോസച്ചൻ അടുത്ത് പറഞ്ഞ മനോഹരമായ കഥയുണ്ട്. ഒരു ഐലൻഡ്, ഒരു ദ്വീപ്. ആ ദ്വീപിൽ എല്ലാ മനുഷ്യരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുക. അങ്ങനെ കൃഷിയുടെ വിളവെടുപ്പ് കാലമായി. വിളവെടുപ്പിന് ആ നാട്ടിലെ എല്ലാവരും കൂടെ ചേരും. അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ സുഹൃത്തിൻ്റെ ആ വയലിൽ വന്നിരിക്കുക വിളവെടുക്കാൻ. എല്ലാവരും വലിയ സന്തോഷത്തില്ല. പക്ഷേ വിളവെടുക്കുന്നതിന് എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് വലിയ കാർമേഘം രൂപം കൊണ്ടു. വലിയ ഇടിമുഴക്കത്തോടു കൂടി മഴയ്ക്കുള്ള സാധ്യത. ഓഗസ്റ്റ് മാസമാണ്, കന്യാമറിയാമിൻ്റെ മാസമാണ്. അവിടെയുള്ള മുതിർന്ന സ്ത്രീകളൊക്കെ പറഞ്ഞു, അമ്മയോട് നമുക്ക് മധ്യസ്ഥത അണയ്ക്കാം, അമ്മ മഴ പെയ്യിക്കത്തില്ല. പക്ഷേ അമ്മ
മഴ പെയ്യിച്ചു. ചതച്ച് കുത്തിയ മഴ അവിടെ പെയ്തു. നിമിഷ നേരം കൊണ്ട് കൊയ്യാനിരുന്ന വയലിലെല്ലാം വെള്ളം കയറി, എല്ലാം മുങ്ങിപ്പോയി. ചെറുപ്പക്കാരനോർത്തു, അയ്യോ എൻ്റെ വയലിലെ കാര്യം എന്താവും? അവനൊരു പ്രാകാരത്തിൽ നീന്തി തുടിച്ച് സ്വന്തം വയലിലേക്ക് ചെന്നു. സ്വന്തം വയലിൽ ചെന്ന് നോക്കുമ്പം അവൻ കണ്ട കാഴ്ച ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. അവൻ ചങ്കത്തടിച്ചിട്ട്, സാധാരണഗതിയിൽ പുരുഷന്മാർ ചങ്കത്തടിക്കാറില്ല അല്ലേ? നിങ്ങളാണ്. എനിക്ക് വലിയ അത്ഭുതം തോന്നിട്ട്, ഞാൻ അച്ഛനായിട്ട് ഇതുവരെ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു സ്ത്രീയെ പോലും അടക്കിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അടക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അടക്കിയിട്ടില്ല. പുരുഷന്മാർ ഭൂരിപക്ഷം പേരും എന്തുകൊണ്ടാണെന്നറിയാമോ? സ്ത്രീ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇടിയോട് ഇടിയാ. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ്. ഈ ഇടി കാരണം നല്ല പമ്പിങ്ങാണ്, ഒരു ബ്ലോക്കും ഇല്ല. നമ്മൾ ഇടിക്കാത്തത് കൊണ്ടാണ് നിപ്പി കാഞ്ഞു പോകും ഇല്ലേ? പക്ഷേ ഈ ചെറുപ്പക്കാരനും കണ്ട കാഴ്ചയുടെ ഭയാനകത കൊണ്ട് അവൻ അവിടെ ചെന്നിട്ട് ചങ്കത്തൊരടി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പാ. നോക്കിയപ്പോൾ അപ്പൻ വയലിന് നടുക്ക് കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിൽക്കുക, എല്ലാം പോയി. ഇവൻ അവിടെ ഒന്നുകൊണ്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, നിലവിളിച്ച് പറഞ്ഞു, അപ്പാ എല്ലാം പോയില്ലേ? കഴുത്തറ്റം വെള്ളത്തിൽ തിരിഞ്ഞു നിന്നിട്ട് അപ്പം പറഞ്ഞു, എടാ പൊട്ടാ, ദൈവം നമ്മളെ ബാക്കി വെച്ചില്ല. വി ആർ ഹിയർ. പോയതെന്താ? നമ്മുടെ 6 മാസത്തെ അധ്വാനമാണ്. പക്ഷെ ദൈവം നമ്മളെ ബാക്കി വെച്ചില്ലേ? ഇതിൻ്റെ പേരാണ് പ്രത്യാശ. നമുക്കെല്ലാം കൈമോശം വന്നെന്ന് പറയുമ്പോഴും, നമുക്കെല്ലാം നഷ്ടം പറ്റിപ്പോയെന്ന് പറയുമ്പോഴും, നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയുമ്പോഴും, നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്ന് ആഗ്രഹിച്ച കരുതൽ കിട്ടിയില്ല എന്ന് പറയുമ്പോഴും, മക്കളിൽ നിന്ന് ആഗ്രഹിച്ച കരുതൽ കിട്ടിയില്ല എന്ന് പറയുമ്പോഴും, നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും നമ്മൾ നിരാശപ്പെട്ട് നിൽക്കുമ്പം, നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് ഈ പ്രത്യാശയില്ലാതെ പോയാൽ, ഈ പള്ളി വന്നിട്ട് എന്താ കാര്യം? മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഉണ്ടോ? ഇപ്പോഴും ഒരു ട്രൈറ്റ് അവസാനിപ്പിച്ചിട്ടുണ്ട് മദ്ബഹ. ഉയർപ്പിന് ശേഷം ഇപ്പോഴും നമുക്ക് കാണാം ഗോകുൽത്ത അവിടെ സ്ഥാപിതമാണ്. എന്താ അതിൻ്റെ സൂചന? ജീവിതത്തിൽ മരണം പോലും ഒരവസാനമല്ല, ആണോ? അതുകൊണ്ടാണ് എല്ലാ കുർബാനയിലും 8 നാളെ പൊട്ടത്തി കൊയറുകാരില്ലെങ്കിൽ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ നിൻ്റെ മരണത്തെ ഓർക്കുന്നു. അതും അച്ഛൻ തന്നെയാണോ ചൊല്ലുന്നത്? നിൻ്റെ പുനരുദ്ധാനത്തെ ഏറ്റുപറയുന്നു. അവിടെ കൊണ്ട് തീർന്നോ? ഇനി ഇതിൻ്റെ 2ാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. മരണം പോലും അവസാനമല്ല എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകണം? ജീവിതത്തിൽ ഒരു പ്രത്യാശ എപ്പോഴും വെച്ച് പുലർത്താൻ സാധ്യമാണ്. ഒന്നും അവസാനമല്ല. ഏറ്റവും ആദ്യം സ്വിഗ്ഗി തുടങ്ങിയത് എവിടെയാണെന്നറിയാവോ? സ്വിഗ്ഗിയോ സൊമാറ്റോ എന്ത് വേണമല്ലോ ആണ്. വേദപുസ്തകത്തിലൊരിടത്ത് സ്വിഗ്ഗി കാണാം. എവിടെയാണെന്നറിയാമോ? പഴയ നിയമത്തിൽ ഏലിയാവിൻ്റെ അടുക്കലാണ്. ആദ്യ സ്വിഗ്ഗിയിൽ ആൾ കൊണ്ടുവന്ന് പാക്കറ്റ് കൊടുത്ത ആർക്കാ? ഏലിയാവിനാ. ഒരു മനുഷ്യനൊരു സാധനം കൊടുക്കാത്തതിൻ്റെ പേരാണ് കാക്ക. അതുകൊണ്ട് നമ്മൾ പണ്ടൊരു പാട്ട് പാടും, അയ്യപ്പൻ്റെ അമ്മ. എന്നെക്കൊണ്ട് ഈ പാട്ടൊക്കെ പാടാൻ പറ്റത്തുള്ളൂ. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു. ഏതൊരു സാധനവും മറ്റൊരുത്തൻ്റെ കയ്യിൽ നിന്ന് അപഹരിക്കുന്നതിൻ്റെ പേരാണ് കാക്ക. പക്ഷെ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, അവസാനത്തെ കാക്ക നിൽക്കുന്നിടം വരെയും നിന്നെ ഞാൻ പോറ്റുമോ? ഏലിയാവ് പക്ഷേ ഒരു വേള പറയുന്നുണ്ട്, നിരാശയുടെ ഗുഹയിൽ പോയിട്ട് പറയുന്നുണ്ട്, ഇനി മതി, എൻ്റെ ജീവനെ തിരിച്ച് എടുത്തുകൊണ്ട്. ദൈവം കേട്ടോ? ഏലിയാവിൻ്റെ പുറകെ യഹോവയായി ദൈവം വന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഏലിയാവേ നീ പുറത്തു വരിക, എൻ്റെ മുൻപാകെ നിൽക്ക. പുതിയ നിയോഗങ്ങളെ ദൈവം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ദൈവം നമ്മളോടും പറയുന്നൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കേൾക്കാറില്ല. ജീവിതത്തിൽ എത്ര വലിയ പരാജയങ്ങളും വന്നുകൊള്ളട്ടെ, എത്ര വലിയ പ്രതിസന്ധികളും വന്നുകൊള്ളട്ടെ, അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം, അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞല്ലോ കിഡ്നി കൊടുത്തെന്ന്. ഞാനും വിചാരിച്ചു കിഡ്നി കൊടുത്തു കഴിയുമ്പം ദൈവം എന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഞാൻ ഈ സഭയിലെ ഒരു അച്ഛനായിട്ട് 3 വർഷം, 4ാമത്തെ വർഷമാണ് കിഡ്നി കൊടുത്തിട്ട്. ആദ്യമായിട്ടാണ് എനിക്കൊരു ഒരു ഒരു അംഗീകാരം സഭയിൽ നിന്ന് കിട്ടാൻ പോകുന്നത് പോലും. അത് ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, ദൈവം എന്നെ ഇനി കരുതിക്കൊള്ളും. ഞാൻ സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്ന 2ാം പൊക്കം ദൈവം എനിക്ക് ആദ്യം തന്ന ഗിഫ്റ്റ് കൊറോണയാണ്. അതും കൊറോണയുടെ ആദ്യ സമയത്ത് 10 ദിവസം മരണത്തെ മുന്നിൽ കണ്ട് നരകജീവിതം നയിക്കേണ്ട ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. നരകജീവിതം. കാരണം ആദ്യത്തെ കൊറോണയുടെ സന്ദർഭം എന്ന് പറഞ്ഞാൽ ആശുപത്രിക്കാർക്ക് പോലും പേടിയുള്ളൊരു സമയമാണ്. എനിക്ക് എൻ്റെ മുറിവുകളൊന്നും കരിയാതെ, മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ വളരെ കഠിനമായൊരു കൊറോണ ബാധിച്ചു. പക്ഷെ എനിക്കത് ദൈവം തന്നപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, നീ ചില്ലറക്കാരനല്ല. ഞാൻ എൻ്റെ വികാരി അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ മിക്കവാറും തട്ടിപ്പോകുമെന്നാണ് തോന്നുന്നേ. അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം, പ്ലാസ്റ്റിക് കൊണ്ട് മുഴുവൻ പൊതിഞ്ഞ് കെട്ടിയിട്ടാണെങ്കിലും എൻ്റെ പള്ളിയിൽ തന്നെ ഞാൻ ഇത് വിളിച്ച് പറഞ്ഞതാണ്.
കാരണം എനിക്ക് അത്രമേൽ ഉറപ്പായിരുന്നു ഞാൻ തട്ടിപ്പോകുന്നു. പക്ഷെ ദൈവം എന്നെ അവശേഷിപ്പിച്ചു. ദൈവത്തിന് വേണ്ടാത്തതുകൊണ്ടായിരിക്കാം. ദൈവം എന്നെ അവശേഷിപ്പിച്ചു. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നിടത്തു നിന്ന് ദൈവം ചിലത് ആരംഭിക്കും, അല്ലേ? ഒരു കുഞ്ഞ് കടൽ തീരത്ത് കളിച്ചുകൊണ്ടിരിക്കുക, വലിയൊരു തിരമാല വന്ന് അവനെ അപഹരിച്ചുകൊണ്ട് പോയി. അവിടെ നിന്നവരൊക്കെ വലിയ വായിൽ കരയാൻ തുടങ്ങി. അവൻ്റെ അമ്മയപ്പന്മാരൊക്കെ നിസ്സഹായരായി നിന്നു. ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ ആ കടൽ തിരകളിലേക്ക് ചാടിയിറങ്ങി ഒരു പ്രാകാരത്തിൽ ഈ കുഞ്ഞിനെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്ന് നിർത്തി. അവൻ്റെ വയറ്റിലെ വെള്ളമൊക്കെ ഞെക്കിക്കളഞ്ഞിട്ട് അവനെ നേരെ നിർത്തി, അവൻ്റെ പുറത്ത് തട്ടി. ഈ കൊച്ചു പയ്യൻ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, താങ്ക് യു അങ്കിൾ, നന്ദി. എന്തിനാ? എൻ്റെ ജീവിതം രക്ഷിച്ചതിന്, ജീവൻ രക്ഷിച്ചതിന്. ആ ചെറുപ്പക്കാരൻ ആ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട, പക്ഷെ നീ ജീവിച്ചിരിക്കേണ്ടവനായിരുന്നുവെന്ന് ഇനിയുള്ള ജീവിതം കൊണ്ട് നീ പക്ഷെ തെളിയിക്കണം. കൊറോണ വന്നപ്പം വീടിൻ്റെ ഗേറ്റ് അടച്ചിട്ടിരുന്നവരാണ് നമ്മൾ, അല്ലേ? കൊറോണ കയറാതിരിക്കാൻ. കൊറോണയിൽ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ നിന്ന് പോയി. മഹാവ്യാധി കൊണ്ടും അല്ലാത്ത സാഹചര്യം, ഇപ്പം ചൂട് കൊണ്ടും വാടിത്തളർന്നു പോകുന്ന ഒരുപാട് പേര് കുഴഞ്ഞു വീട് മഴിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ അവശേഷിക്കുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടല്ല. അവിടെ പറയാൻ സാധിക്കണം, ഇനിയുള്ള ജീവിതം കൊണ്ട് ചിലത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ശ്രമം നമ്മുടെ ഈ പള്ളി ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പം നിങ്ങൾ ഒരിക്കലും പറയരുത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. അത് പ്രത്യാശയില്ലാത്തവരുടെ വാക്കാണ്. മരണം പോലും. അതുകൊണ്ടാണല്ലോ മരണത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പം പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനം വായിക്കുന്നത്, ഒരു വിത്ത് ചാകുന്നില്ല എങ്കിൽ മുളയ്ക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഒരു അഴുകൽ എന്തിനാന്ന് ചോദിച്ചാൽ ഒരു പൊതുജീവിതത്തിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു നമുക്ക് കടക്കാൻ പറ്റാത്തൊരു അഗ്നിയുടെ സമുദ്രം ദൈവം തുറന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അതിനപ്പുറം പുതുമയുള്ള ഒരു ജീവിതം ദൈവം കരുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെന്തുണ്ടാകണം? ഞാൻ പറഞ്ഞു, ഒന്നാമത് വിശ്വാസമെങ്കിൽ രണ്ടാമത് പ്രത്യാശ, നല്ലത് ഭവിക്കും എന്ന ആശ. വി ആർ ഹിയർ. നമ്മളെ ബാക്കി വെച്ച ദൈവത്തിന് ജീവിതത്തിൽ നമ്മളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാനുണ്ട്. അവസാനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് സ്നേഹം, അല്ലേ? പണ്ടൊക്കെ ഒരു പെങ്കൊച്ചിനെ വളച്ചെടുക്കണമെങ്കിൽ എന്തോ പാടായിരുന്നു, അല്ലേ? ഞാൻ പ്രേമിച്ചിട്ടില്ല, എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പെൺപിള്ളേർക്ക് ഇഷ്ടമാണെങ്കിലും പെട്ടെന്ന് സമ്മതിച്ചു കൊടുക്കത്തില്ല, അല്ലേ? ആൺപിള്ളേരെ ഇങ്ങനെ പുറകെ നടത്തി ചെരുപ്പ് പകുതി. ഇപ്പം അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം ആൺപിള്ളേർ പറയുന്നതിന് മുമ്പ് പെൺപിള്ളേർ എസ് പറയുന്നൊരു കാലമാണ്. അതുപോലെ തന്നെ പണ്ടാണെ പറയും പ്രേമ നൈരാശ്യം അല്ലെങ്കിൽ പ്രണയം തകർന്നു. ഇപ്പം തേച്ചെന്നാണ് പറയുന്നത്, അല്ലേ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തേച്ചെന്ന് പറയും. പണ്ട് പ്രേമ നൈരാശ്യം വരുമ്പോൾ കുഞ്ഞുങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നത് തന്നെയായിരുന്നു, മാനസമയിനെ പാടിക്കൊണ്ട് നടക്കുമായിരുന്നു. അല്ലെങ്കിൽ സന്യാസിനി നിൻ പുണ്യാശ്രമം എന്നൊക്കെ പറഞ്ഞ് നല്ല കവിതകൾ എഴുതുക. ഇപ്പം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കുപ്പി ആസിഡ് മേടിച്ചിട്ട് അവൻ്റെ മുഖത്തിലോട്ട്. സ്നേഹം വൈകൃതമായിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുക. മനുഷ്യരെല്ലാം ഹൈലി പൊസസീവായി. നമുക്കെല്ലാം സ്നേഹമുണ്ട്, പക്ഷെ സ്നേഹത്തിന് എന്തുണ്ടായി? വേണ്ടാത്തൊരു ക്വാളിറ്റി ഉണ്ടായി. അത് ഹൈലി പൊസസീവായി. ഞാനും എൻ്റേതും മാത്രമെന്നൊരു ബോധ്യമായി. അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരാളുടെ സഹായം. പണ്ട് കൊറോണ വന്നപ്പോൾ ഏറ്റവും ഉണ്ടായ ഒരു ദുർഗതി ഞാൻ ചിന്തിക്കുന്നത്, പണ്ട് ദൈവം വളരെ ഭംഗിയായി സൃഷ്ടിച്ച ഒരു പഴമാണ്, കേരളത്തിലെ ഒരു വലിയൊരു പഴമാണ് ചക്ക, അല്ലേ? ഒരു ചക്ക ഒരുത്തിനും ഒറ്റയ്ക്ക് തിന്നാൻ പറ്റത്തില്ല, പറ്റുമോ? പണ്ടൊരു ചക്ക ഒരു വീട്ടിൽ കിട്ടിയാൽ അയൽവക്കത്തുള്ളവരും ചുറ്റുപാടുമുള്ള അമ്മമാരെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് ഒരു 2 പരദൂഷണമൊക്കെ പറഞ്ഞ് ചക്ക അങ്ങോട്ട് മുറിച്ചിട്ട് ഏറ്റവും അവസാനം അത് വീതിച്ചുകൊണ്ട് പോകും, അല്ലേ? കൊറോണ വന്നപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു, ഈ ചക്ക 1 വർഷം വരെയും ഫ്രിഡ്ജിനകത്ത്, ഫ്രീസറിനകത്ത്. അതുകൊണ്ട് ഒരു അമ്മാമ്മയും വിളിക്കേണ്ട, ഇത് മുഴുവൻ ഞാനിരുന്ന് തിന്നും. അതുകൊണ്ട് ഇപ്പോൾ പറയാറുണ്ട്, കൊറോണയ്ക്ക് ശേഷം മനുഷ്യൻ എന്തുണ്ടായി? സ്വാർത്ഥത വളരെയധികം കൂടി. സ്നേഹമുണ്ടെന്ന് പറയും, പക്ഷേ ഒരു ക്വാളിറ്റിയുള്ള സ്നേഹമല്ല. അവിടെയാണ് നമ്മൾ വിശ്വാസികളായ നമുക്കുണ്ടാകുന്ന സ്നേഹത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്. പ്രതിഫലേച്ഛയില്ലാത്ത ഒരു സ്നേഹം ഉണ്ടാകണം. അതെനിക്കെന്ത് തിരിച്ചു കിട്ടും എന്ന ബോധ്യത്തിലുള്ള സ്നേഹമല്ല, മറിച്ച് എനിക്കെന്തുമാത്രം കൊടുക്കാൻ കഴിയും എന്ന കണക്കെടുക്കുന്ന സ്നേഹമാണ്. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ബന്ധങ്ങളിൽ പരാതിപ്പെടുന്നതിൻ്റെ കാരണം എന്താ? നമുക്ക് കിട്ടിയില്ല എന്ന പരാതിയാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ എന്തുമാത്രം സ്നേഹവും കരുതലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്? ഇതൊരു ചോദ്യമല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ സ്നേഹം നിർവ്യാജമാകണമെങ്കിൽ, അത് പ്രതിഫലേച്ഛയില്ലാത്തതാകണമെങ്കിൽ ആദ്യം നമുക്ക്
നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ദൈവത്തെ ഹൃദയപൂർവ്വം സ്നേഹിക്കാൻ കഴിയണം. വേണോ? ഹൃദയപൂർവ്വം ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും ദൈവസ്നേഹം വാക്കുകളിലും പാട്ടുകളിലും മാത്രമായി ചുരുങ്ങിപ്പോയി. ഞാൻ കൊറോണ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് പ്രതിസന്ധികളിങ്ങനെ മാറാതിരുന്നപ്പോൾ എനിക്ക് വലിയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടായപ്പം അറിയാതെ എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. ഇപ്പോൾ എന്ത് വേദന വന്നാലും പണ്ടൊക്കെ ഞാൻ അമ്മയെന്ന് വിളിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെ നാക്കി വരുന്ന ആദ്യത്തെ വാചകം അപ്പാന്നാ. കഴിഞ്ഞിടയ്ക്ക് ഒരു വലിയ തൂമ്പായുടെ കൈ എൻ്റെ കാലിന് ഉപ്പൂച്ചിക്കടയിൽ കൂടെ കയറിപ്പോയി. അതിഭീകരമായ വേദന. ഞാൻ ആശുപത്രിയിൽ ചെന്ന് അയ്യം വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ക്ലീൻ ചെയ്തുകൊണ്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, ഈ സാധാരണഗതി എല്ലാവരും അമ്മയാണ് വിളിക്കുന്നത്, അച്ഛനെന്താ അപ്പനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെൻ്റെ വീട്ടിലിരിക്കുന്ന അപ്പനെയല്ല, എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ അപ്പനെയാണ്. നിങ്ങളൊന്ന് വിളിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന പല അനുഭവങ്ങളിൽ, നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത വേദനകളുള്ള അനുഭവത്തിൽ നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കിയിട്ട് ചങ്കേ തൊട്ടിട്ട് പറഞ്ഞ അപ്പാ, ഇത്ര ഫീലുള്ളൊരു വാക്ക് വേറെയില്ല. ഉണ്ടോ? നിങ്ങളത് അഭ്യസിപ്പിക്കണം, കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. അപ്പാ. അതുകൊണ്ട് എനിക്ക് വിശുദ്ധ കുർബാനയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു അനുഭവം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന ഖണ്ഡിപ്പിന് ശേഷം നമുക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുവിനെ മുന്നിൽ വെച്ചിട്ട് പറയുകയാണ്, നമുക്ക് തന്ന അനുഗ്രഹം നിന്റെ ഹൃദയം തുറന്ന് ആത്മശരീര വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുകൊണ്ട് വിളിച്ചു പഠിക്കണം അപ്പാ. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാനും നമുക്ക് കഴിയും, നിർവ്യാജമായി സ്നേഹിക്കാൻ കഴിയും. വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരുപാട് ഉപമകളും കഥകളും ഒക്കെ പറയുന്നുണ്ട്. അതിൽ വളരെ സുപരിചിതമായൊരു കഥയാണ് മുടിയൻപുത്രൻ്റെ കഥ, അല്ലേ? ഇപ്പം മുടിയൻപുത്രന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വേദപുസ്തകത്തിൽ അവൻ മാത്രമേ ഇപ്പം മുടിയനായിട്ട് നിൽക്കുന്നുള്ളൂ. ഇപ്പം മുടി വളർത്തിയ മുടിയന്മാരുള്ള കാലമാണ്. ഈ മുടിയൻപുത്രൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാനങ്ങ് വിശ്വസിക്കാം, ഞാൻ ചോദിക്കുന്നില്ല. എന്താണ് പറയുന്നത്? ഒരപ്പന് 2 ആൺമക്കൾ. അതിലൊരുവന് അപ്പനെ ഇട്ടേച്ച് പോകണം. അവൻ പറഞ്ഞു, ഒരു 30 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ കാണിക്കാമെങ്കിൽ ഞാനങ്ങ് പൊക്കളാന്ന് പറഞ്ഞു. അപ്പോൾ ലോൺ എടുത്ത് 30 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിച്ച് ഇവൻ പോയി. ഇവൻ്റെ ജീവിതമൊക്കെ ആസ്വദിച്ച് കുറേ കഴിഞ്ഞ് പണമൊക്കെ തീർന്നു. അവൻ എവിടെ എത്തി? ചെല്ലാവുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുർഘടമായ ഒരു അനുഭവത്തിൽ അവനെത്തി. പന്നിക്കൂട്ടിലെത്തി. സമൃദ്ധമായ ജീവിതത്തിൽ നിന്ന് അത്രമേൽ നികൃഷ്ടമായ ജീവിതത്തിലേക്ക് അവൻ എത്തിപ്പെട്ടു. പന്നികളുടെ രുചിയില്ലാത്ത തവിട് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇവൻ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലായിരുന്നുവെങ്കിൽ അവിടുത്തെ ദാസന്മാർ കഴിച്ച് കളയുന്നത് പോലും എത്ര സമൃദ്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എഴുന്നേൽക്കും. അതിൻ്റെ പേരാണ് അനുതാപം, കൺഫെഷൻ, കുമ്പസാരം. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുക, ഞാൻ എഴുന്നേൽക്കും, എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയും, അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു. 2, നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. 3, നിൻ്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളണം. ഈ 3 കാര്യങ്ങൾ പറയുമെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട്, അതുകൊണ്ട് കുമ്പസാരിക്കുമ്പോൾ ഇതുപോലെ ആദ്യമേ ഹൃദയത്തിലൊരു പട്ടിക ഉണ്ടാക്കണം. ഇവൻ ഇത് ഹൃദയത്തിലുണ്ടാക്കിയൊരു പട്ടികയാണ്. നിങ്ങൾ വേദപുസ്തകം തുറന്നു നോക്കിയോ? 3 കാര്യം അപ്പനോട് എന്ന് പറയുമെന്ന് പറഞ്ഞാണ് എഴുന്നേറ്റത്. ആണോ? അവൻ തിരിച്ച് ഭവനത്തിൻ്റെ വാതിക്കൽ ഭയത്തോടു കൂടി വന്നു. പക്ഷെ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ദൂരവേ കണ്ട അവൻ്റെ അപ്പന് അവനോട് മനസ്സലിഞ്ഞിട്ട് ഓടി വന്നവനെ വട്ടം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന അപ്പനോട് അവൻ ചെവിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു. 2-മത്തെയും കൂടെ പറഞ്ഞു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ. 3-മത്തെ പറയുന്നതിന് മുമ്പ് അപ്പൻ അവന് ക്ഷമ കൊടുത്തു. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവനെ പുതിയ വസ്ത്രം ധരിപ്പിച്ചു, ചെരുപ്പ് പിടിപ്പിച്ചു, ഒരു മോതിരവും അണിയിച്ചു. അവൻ കളഞ്ഞു കുളിച്ച എല്ലാ അധികാര അവകാശങ്ങളും അവന് തിരിച്ചവൻ്റെ പിതാവ് കൊടുത്തു. ഇത്രമേൽ കരുണയുള്ള അവൻ്റെ അനുതാപത്തെ കവിയുന്ന കരുണയെ കാണിക്കാനാണ് ആ കഥ നമ്മളോട് പറയുന്നത്. ആണോ? നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സ്നേഹം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ അപ്പൻ എന്തുമാത്രം ക്ഷമിച്ചു തന്നതുകൊണ്ടാണ് നമ്മൾ ഈ ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കുന്നത്, അല്ലേ? പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റാത്തത്? ഈ മുടിയൻപുത്രൻ്റെ കഥ ഒരു സൺഡേ സ്കൂൾ സാറ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ സൺഡേ സ്കൂളിലും അസൈൻമെൻ്റ് ഉള്ള കാലമാണ്. സാറ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, മുടിയൻപുത്രൻ്റെ കഥ പഠിച്ചു സാറേ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു അസൈൻമെൻ്റ് എഴുതണം. ഈ മുടിയൻപുത്രൻ്റെ ക്ലൈമാക്സ് നിങ്ങളൊന്ന് തിരുത്തി എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അതായത് അപ്പൻ്റെ അടുക്കൽ നിന്ന് മുടിയൻപുത്രൻ പോയി, അവൻ കാശെല്ലാം ചിലവഴിച്ചു, പന്നിക്കൂട്ടി വന്നു, പന്നിക്കൂട്ടിൽ നിന്ന് സുബോധമുണ്ടായി എഴുന്നേറ്റ് വീടിൻ്റെ വാതിൽക്ക് വന്നു, നിൽക്കട്ടെ, ഇനി ബാക്കി നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. പിള്ളേർ വീട്ടിൽ ചെന്നു.
പിള്ളേർ A4 പേപ്പർ എടുത്ത് 4 വേച്ചാനെത്തി. പിറ്റേ ആഴ്ച സാറിൻ്റെ കയ്യിലോട്ട് കൊണ്ടുപോകും. ഇത് വായിച്ച് സാറ് ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീണു. സാറിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. വികാരി അച്ഛൻ കാണാൻ ചെന്നു. സാറിനോട് ചോദിച്ചു, എന്നാ പറ്റി സാറേ? സാറ് ഈ പേപ്പർ എടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തു. വികാരി അച്ഛന്മാർക്ക് ഹൃദയം ഇല്ലാത്തതുകൊണ്ട് കല്ല് പോലെ നിന്ന് അച്ഛനങ്ങ് വായിച്ചു. ഒന്നാമത്തവൻ എഴുതി, മുടിയൻപുത്രൻ നഷ്ടപ്പെട്ടവനായിരുന്നു, തിരിച്ച് വീടിൻ്റെ വാതിക്ക് വന്നു. ദൂരേന്ന് കണ്ട അപ്പൻ ഓടിച്ചെന്ന് മുട്ടുകാലം അവൻ്റെ അടിനാവിക്ക് നോക്കി ഒറ്റ തൊഴി വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു. രണ്ടാമത്തവൻ എഴുതി, ദൂരേന്ന് കണ്ട അപ്പൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവൻ പന്നിയുടെ കൂട്ടി കിടന്നാൽ പോലെ അവനെ ആ ഒരാഴ്ച ജർമ്മൻ ഷെപ്പേഡിൻ്റെ കൂട്ടിലോട്ട് പിടിച്ചിടാൻ പറഞ്ഞു. മൂന്നാമത്തവൻ എഴുതി, ഓടി വന്ന വഴിക്ക് കിട്ടിയ കവളം മടലെടുത്ത് പെടലിക്ക് നോക്കി അപ്പൻ ഒരു കീച്ച് വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു. ഇത് വായിച്ച ദുഃഖം കൊണ്ടാണ് സാറ് ഹൃദയം പടഞ്ഞ് വീണത്. അച്ഛൻ പറഞ്ഞു, സാറ് വിഷമിക്കൊന്നും വേണ്ട. ഈ 10 കുഞ്ഞുങ്ങൾ എഴുതിയത് അവരുടെ 10 വീട്ടിലെ സ്വന്തം അപ്പന്മാരുടെ സ്വഭാവമാണ്. ആനപ്പറമ്പിലെ പള്ളിയിലെ സാറുമാർ അങ്ങനെ ഒരു അസൈൻമെൻറ്റ് കൊടുക്കാതിരിക്കാൻ ഇവിടുത്തെ അപ്പനമ്മമാർ മുട്ടിപ്പാതി നിന്ന് പ്രാർത്ഥിച്ചോണം. ഇല്ല, എന്തെല്ലാം പിള്ളേർ എഴുതിക്കൊണ്ട് വരും. നിങ്ങളെന്താണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു മരണം ഇന്നുണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാവരും മരണപ്പെടും അല്ലേ? ഏത് ദിവസമെന്ന്, ഏത് നിമിഷമെന്ന്. പണ്ടൊക്കെ പറയായിരുന്നു പ്രായം ചെന്നിട്ടേ ജാഗത്തുള്ളെന്ന് പറയായിരുന്നു. എനിക്ക് ഈ അടുത്തിടയിലുണ്ടായ ഏറ്റവും വലിയ വേദന, ഈ വർഷത്തിൽ ആരംഭത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞാൻ പോയി. ഒരു പാത്രക്കിസാണ്, പക്ഷെ അവരെന്നെ വിളിച്ചിട്ട് പോയി. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പം വളരെ ആരോഗ്യ ദൃഢഗാത്രനായി 30 വയസ്സുള്ള എന്നേക്കാൾ ഇളയ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ കല്യാണ വസ്ത്രം അണിഞ്ഞ്, കല്യാണം കഴിച്ചിട്ട് 1 വർഷമേ ആയുള്ളൂ, സുബോധമില്ലാതെ പെങ്കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. അവിടെ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പ്രസംഗിക്കും? അവൻ ആ കല്യാണ വസ്ത്രം ധരിച്ച് ആരോഗ്യം, അന്ന് രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോയെടുത്ത് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചത്. 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ. നമ്മൾ വിചാരിച്ചിരിക്കുക എൻ്റെ മരണം ഇപ്പോഴെങ്ങും അല്ല, എനിക്ക് തിരിച്ച് മീൻപാറ ചെല്ലാവുന്ന യാതൊരു ഗ്യാരണ്ടിയില്ല. അതൊരു ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തിടത്തോളം കാലം ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനം എന്തായിരിക്കണം? നമ്മൾ മരിച്ചു കിടക്കുമ്പം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ട സാക്ഷ്യം എന്താ? ഒരു സാധു മനുഷ്യൻ, സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് പറയാനിടയാകണം. നമുക്ക് ആ സാക്ഷ്യം നേടാൻ ആ ക്യാപ്ഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുമോ? എൻ്റെ അമ്മ, എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സാക്ഷ്യത കൊണ്ട് ഞാൻ ദൈവമുമ്പാകെ തെറ്റായിട്ടാണെങ്കിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും, ഞാൻ മരിച്ചിട്ടേ എൻ്റെ അമ്മ മരിക്കാവുള്ളെന്ന് പറയും. കാരണം എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ല എൻ്റെ അമ്മ. കാരണം എൻ്റെ അമ്മ എനിക്ക് എപ്പോഴും അവൈലബിളായിരുന്നു. ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ബാല്യകാലത്ത്. പക്ഷെ എൻ്റെ അമ്മയുടെ സഹനമാണ് എന്നെ പിടിച്ചു നിർത്തിയത്, ഇന്നൊരച്ഛനായിട്ട് ഇവിടെ നിൽക്കാൻ സഹായിച്ചത്. അതുകൊണ്ട് എൻ്റെ അമ്മ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, എൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്ന ക്യാപ്ഷൻ എൻ്റെ അമ്മ സ്നേഹമാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയുന്ന ക്യാപ്ഷൻ എന്താ? അപ്പന്മാരോട് ചോദിക്കാം, മക്കളോടും ചോദിക്കാം. നിങ്ങൾ നല്ല മക്കളായിട്ട് നിങ്ങളുടെ അപ്പന്മാരുടെ മുമ്പാകെ ജീവിക്കുന്നുണ്ടോ? ഞാനൊരു നല്ല വൈദികനാണോ? ഞാൻ വളരെ ചുരുങ്ങിയ കാലമേ ഇടവകവരണം നടത്തിയിട്ടുള്ളൂ, 6 പള്ളിയെ നടത്തി. ഇപ്പം ഇടവകയൊന്നുമല്ല, അതുകൊണ്ട് വലിയ തലവേദനകളില്ലാത്തൊരു ജീവിക്കുന്നൊരു അച്ഛനാണ് ഞാൻ. വലിയ പള്ളിപണിയൊന്നും നടത്തില്ല, പക്ഷേ എനിക്കിപ്പോഴും ഒരു സാക്ഷ്യം എനിക്ക് കിട്ടാനുള്ളത്, ഞാൻ എൻ്റെ ആളുകളോട് വളരെ സ്നേഹമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ. കാരണം ജീവിതത്തിൽ അവസാനം കൊണ്ടുപോകാൻ പറ്റുന്ന ഒറ്റയൊരു കാര്യം അതാ, മറ്റുള്ളവർ നമ്മുടെ വേർപാടിൽ ദുഃഖിക്കണം. ദുഃഖിക്കുന്നത് എങ്ങനെയായിരിക്കണം? നല്ലൊരു മനുഷ്യൻ പൊയ്പോയി എന്ന് പറഞ്ഞ് ദുഃഖിക്കണം. ഞാൻ കല്യാണം കഴിക്കാതെ ഒരു അച്ഛനാകാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ കസിൻ വന്നിട്ട് ചോദിച്ചു, സത്യത്തിലൊരു മണ്ടൻ തീരുമാനമല്ലേ? അവസാന കാലത്ത് ആരെങ്കിലും നോക്കാൻ കാണുമോ? ഞാനും പെട്ടെന്ന് ചോദിച്ചു, അയ്യോ ശരിയല്ലേ. ഇപ്പം എനിക്ക് ആ പേടിയൊന്നുമില്ല. കാരണം ഇപ്പം 6 മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലാത്ത കാലമാണ് അല്ലേ? എല്ലാവരും പുറത്താകും, DD മാത്രം വരും എന്നുള്ളതേ ഉള്ളൂ, അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, ആരും കൂടെ ഇല്ലാത്ത കാലം. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഓരോ വർഷവും ബലപ്പെടുത്തുന്നൊരു നല്ലൊരു രംഗമുണ്ട്. നിങ്ങളും നിങ്ങളുടെ പള്ളിയിൽ ആരെങ്കിലും മരിച്ച, ഒരു ബന്ധമില്ലെങ്കിലും ശത്രുവാണേലും ആ ശവസംസ്കാരത്തിൽ വന്ന് പങ്കെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് ശവസംസ്കാര ശുശ്രൂഷ. അതിലേറ്റവും നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയാമോ? എവിടെയാണെന്നറിയാമോ? ചില വിശ്വാസികൾ പറയും, ആ ശോശപ്പം അങ്ങോട്ട് മൂടും പച്ച, എൻ്റെ പ്രത്യാശ അങ്ങ് വാഴയ്ക്ക. ഏറ്റവും പ്രത്യാശ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ, ആ കുഴിയിലോട്ട് ആ ശവസംസ്കാരം നടത്തി ആ ബോഡി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ആ കാപ്പി കൊടുക്കുന്നിടത്തോട്ട് വന്നിട്ട് നിങ്ങളൊന്ന് നോക്കണം. ചിരിക്കാൻ പറഞ്ഞല്ല, നിങ്ങൾ നോക്കണം. ഞാൻ ഏറ്റവും സൂക്ഷ്മമായിട്ട് നിരീക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും അത് നല്ലപോലെ അറിയാം. കുഴിയിലോട്ട് വെക്കുമ്പോൾ ആൻറ്റിയുടെ കരച്ചിൽ കണ്ട ഓർക്കും, ഇപ്പോൾ ആൻറ്റിയും കൂടെ കുഴിയിലോട്ട്
ചാടും. പക്ഷെ ഇന്ന് വരെ ഒരച്ഛനും എടുത്തു ചാടി ഒരു ആൻറ്റിയെ കയ്യെ പിടിച്ച് കയറ്റേണ്ടി വന്നിട്ടില്ല. ഈ എടുത്തു ചാടി ഒരു അച്ചായനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കുഴിയിലോട്ട് കമന്ന് വിടുന്ന് കഴിയുന്ന ഒരു മക്കളെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് യാഥാർത്ഥ്യം നമുക്കറിയാം. മനുഷ്യൻ ബന്ധങ്ങൾക്ക് കൂട്ടുപോരാൻ പറ്റുന്ന അവസാന സ്ഥലം എവിടെയാണ്? സെമിത്തേരി വരെയാണ്. അതുകൊണ്ട് ജീവനോടിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ വരേണ്ട സ്ഥലം എവിടെയാണ്? മൂന്നാറല്ല, പള്ളിയാണ്. കാരണം നമ്മുടെ ഏറ്റവും ആത്യന്തികമായ അവകാശം എവിടാ? ഇവിടെ. ഇത്രയ്ക്ക് പ്രത്യാശ ജീവിതത്തിലുള്ളപ്പം നമുക്ക് ബന്ധങ്ങളെ നേടാൻ ഒറ്റ ഉപാധിയെ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ക്രൂശേ കിടന്ന് ക്രിസ്തു പറഞ്ഞു, ഇത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുക. അത് എനിക്കെന്ത് തിരിച്ചു കിട്ടുമെന്നല്ല, എനിക്കെന്ത് കൊടുക്കാൻ പറ്റുമെന്ന ബോധ്യത്തിൽ നിന്ന് സ്നേഹിക്കുക. അവിടെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? തൃപ്തി ഉണ്ടാകും. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവസ്നേഹത്തെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത ഒരു സഹതായുടെ രക്തസാക്ഷി മരണത്തിലല്ലേ നമ്മൾ നിൽക്കുക? സ്വന്തം ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം നോക്കാതെ എടുത്തിയാടിയ ഒരു മനുഷ്യൻ, ക്രിസ്തുവിന് വേണ്ടി മരണത്തിൻ്റെ മുൻപിൽ നിലകൊണ്ടൊരു മനുഷ്യൻ, ഒരു ജീവിതം അങ്ങനെ നമ്മുടെ മുമ്പിലുള്ളപ്പം നമുക്കും പറയാൻ സാധിക്കേണ്ട, എൻ്റെ ജീവിതത്തിൽ സ്നേഹം കൊണ്ട് ഞാൻ എന്തുമാത്രം അക്കൗണ്ടുകൾ നേടിയിട്ടുണ്ട്. ഇതൊരു ചോദ്യമാകണം. ഒരു 1990കളിൽ ജീവിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ഉണ്ട്. ഏറ്റവും പ്രശസ്തമായ പുലിറ്റ്സർ അവാർഡ് കിട്ടിയ ആ കാലഘട്ടത്തിൽ കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ പേര് കെവിൻ കാർട്ടർ എന്നാണ്. കെവിൻ കാർട്ടറെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വവിഖ്യാതമായ ഫോട്ടോ, അദ്ദേഹം ഫോട്ടോഗ്രാഫറായിരുന്നു, വളരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് അദ്ദേഹം പല ഫോട്ടോകൾ എടുക്കും. അതിനകത്ത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ഒരു ഫോട്ടോ 94 മറ്റോ തോന്നുന്നു, അവാർഡ് കിട്ടിയ ഒരു ഫോട്ടോ ആഫ്രിക്കയിൽ സുഡാനിലുള്ള ഒരു പെൺകുട്ടി, 2-3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, അവിടുത്തെ ക്ഷാമം കാരണം വെള്ളവും ഇല്ല ഭക്ഷണവും ഇല്ലാതെ അസ്ഥിപഞ്ജരമായി മരണത്തിൻ്റെ വക്കിൽ നിൽക്കുക. അതായത് മരിക്കാറായി നിൽക്കുന്ന ഒരു പിഞ്ചു പെൺകുഞ്ഞ്, അവളുടെ മരണത്തെ നോക്കിയിരിക്കുന്ന ഒരു കഴുകൻ തൊട്ടുപുറകിൽ. ഇതാണ് അദ്ദേഹം എടുത്ത ഫോട്ടോ. ഈ കുഞ്ഞ് മരിച്ചിട്ട് ആ കുഞ്ഞിനെ ഭക്ഷിക്കാൻ ഒരു കഴുകൻ തൊട്ടുപുറകിലിരിക്കുക. ആ ഫോട്ടോഗ്രാഫിക്ക് കൊടുത്ത ക്യാപ്ഷൻ ഇതാണ്: ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ. കഴുകനും പെൺകുട്ടിയും. ഈ ഫോട്ടോ ലോകം മുഴുവൻ പ്രശസ്തമായി. കെവിൻ കാർട്ടർക്ക് അവാർഡ് കിട്ടി. അദ്ദേഹത്തിന് ഒരു പ്രസ് കോൺഫറൻസ് കൂടി. അദ്ദേഹത്തോട് അവിടെ വന്നവരൊക്കെ ചോദിച്ചു, മിസ്റ്റർ കെവിൻ, നിങ്ങളുടെ ഫോട്ടോ വളരെ ഭംഗിയായിരിക്കുന്നു. അതിലെ മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, കെവിൻ, നിങ്ങളെടുത്ത ആ ഫോട്ടോയിൽ പെൺകുഞ്ഞിന് പിന്നീട് എന്ത് സംഭവിച്ചു? കെവിൻ പറഞ്ഞു, അയ്യോ, എൻ്റെ ഹെലികോപ്റ്റർ വരുന്ന സമയമായതുകൊണ്ട് പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ഞാൻ അധികം നേരം അവിടെ നിന്നില്ല, ഞാനിങ്ങി പോന്നു. ഉടനെ തന്നെ ആ പത്രപ്രവർത്തകൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, കെവിൻ, അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു? കെവിൻ ഒരു ആശങ്കയില്ലാതെ പറഞ്ഞു, ഒരു കഴുകൻ. പത്രപ്രവർത്തകൻ പറഞ്ഞു, അല്ല, അവിടെ 2 കഴുകന്മാരുണ്ടായിരുന്നു. ഒരു കഴുകൻ്റെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു. ഈ കെവിൻ 1900കളിൽ തന്നെ ഈ അവാർഡ് കിട്ടി. അധികം പ്രായമാകുന്നതിന് 33ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചാരിറ്റിയുടെ കാലമാണ് അല്ലേ? എല്ലാം ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കൊട്ടിഘോഷിക്കുന്നൊരു കാലമാണ്. നമ്മൾ കൊടുത്തിട്ട് നമുക്ക് നേടേണ്ടതുപോലെ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ 2 കഴുകന്മാരുടെ ഗണത്തിലാണ് നമ്മൾ അല്ലേ? എന്നാൽ സ്നേഹം നിർവ്യാജമാകണം. 3 മൗലിക സുഹൃത്തുക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുക. 1, വിശ്വാസം. അത് പ്രതിഫലേച്ഛയില്ലാതെ അചഞ്ചലമായ ആഴത്തിലുള്ള വിശ്വാസം. 2, പ്രത്യാശ. ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല. മഴ പെയ്താൽ മഴയ്ക്ക് പിടിക്കാൻ ഒരു കുട തരുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് പ്രത്യാശ. 3, സ്നേഹം. പള്ളിക്കുള്ളിലെ ജീവിതം ഈ സ്നേഹത്തെ പ്രകടമാക്കുന്നതാകണം. നാളെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഈ ദേശമൊക്കെ ചുറ്റി ഒരു പ്രദക്ഷിണം നിർവഹിക്കാൻ പോവുകയാണ്. പ്രദക്ഷിണത്തിന് തിരിപിടിച്ച് പുറത്തോട്ടിറങ്ങുമ്പം നാട്ടുകാർക്ക് ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പ്രദക്ഷിണം. എന്തിനാ പ്രദക്ഷിണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ഈ പള്ളിയിൽ ജീവിച്ചിട്ട്, ഈ പള്ളിയോട് ബന്ധപ്പെട്ട് വിശ്വാസ ജീവിതം നയിച്ചിട്ട് ഞാൻ ഈ തിരി പോലെ ഒരു സാക്ഷ്യമാണ് എൻ്റെ ദേശത്ത് എന്ന് പറയാനുള്ള കൽപ്പും കൂടി ഉണ്ടാകണം. ചിലപ്പോൾ അച്ഛാ നാളെ പ്രദക്ഷിണത്തിന് ആൾ കുറയും. കാരണം അങ്ങനെ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. പ്രദക്ഷിണത്തിന് ആൾ കുറഞ്ഞാൽ അച്ഛൻ എന്നെ അവിടെ വന്ന് ഇടിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികം അതിനകത്തോട്ട് ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, ഞാനൊരു സാക്ഷ്യമാണോ? എനിക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ടോ? ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് അവസാനത്തെ കൺവെൻഷനല്ലേ? 3 ദിവസം ധ്യാനം കേട്ട് വളരെയധികം വിശുദ്ധരായി എന്ന് നമുക്ക് തന്നെ തോന്നുന്നൊരു കാലമല്ലേ?
ഒരിക്കൽ ഒരു ടാക്സി ഡ്രൈവർ ഇങ്ങനെ ടാക്സി സ്റ്റാൻഡിൽ കിടക്കുക. 3 കുടിയന്മാരങ്ങോട്ട് വന്നു. നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. സ്ഥിരകാല ബോധമില്ലാതെ ആടിത്തൂങ്ങിയാണ് ഇവർ വരുന്നത്. ഈ ഡ്രൈവറുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്തോട്ടൊന്നാക്കണം. ഡ്രൈവർ പറഞ്ഞു, കയറിക്കോ. അയാൾ അതീവ ബുദ്ധിമാനായിരുന്നു. ഡ്രൈവർ ഓർത്തു, ഇവന്മാർ നല്ല പറ്റാ കൊണ്ട് എന്ത് ചെയ്യും, ഇവന്മാരെ ഒന്ന് കബളിപ്പിക്കാം, ദൈവം പോലും ചോദിക്കത്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു, കാറ് സ്റ്റാർട്ട് ചെയ്ത് എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് റേസ് ചെയ്തു. അത് കഴിഞ്ഞ് ഗിയറൊക്കെ ഒന്ന് മാറ്റി കാണിച്ചേച്ച് വണ്ടി അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് കുടിയന്മാരോട് പറഞ്ഞു, സാറേ സ്ഥലം എത്തിയെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കുടിയൻ ഇറങ്ങി വന്നിട്ട് ഈ ഡ്രൈവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞു, താങ്ക് യു. ഡ്രൈവർ വിചാരിച്ചു ഏറ്റു, സംഗതി ഏറ്റു. രണ്ടാമത്തെ കുടിയൻ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എത്ര രൂപയായി? ഇയാൾ ഇച്ചിരി 500 രൂപ കൂട്ടി പറഞ്ഞു. അത്രയും പൈസ ഒരു തർക്കവും കൂടാതെ രണ്ടാമത്തെ കുടിയൻ കൊടുത്തു. ഡ്രൈവർക്ക് വലിയ സന്തോഷം. മൂന്നാമത്തെ കുടിയൻ ഇറങ്ങി വന്നിട്ട് കർണക്കുറ്റി നോക്കി ഒറ്റ അടി വെച്ച് കൊടുത്തു. അപ്പോൾ ഡ്രൈവർ ഓർത്തു, ഇവന് മാത്രം ഇച്ചിരി വെളിച്ചം. പക്ഷെ അത് അടി കൊടുത്തിട്ട് ഇവൻ പറഞ്ഞു, മേലാൽ ഇത്ര സ്പീഡിൽ ഇനി വണ്ടി ഓടിക്കരുത്. മൂന്നാമത്തെ ദിവസം എനിക്കും പറയാനുള്ളത് ഇതാ, കേട്ട കാര്യം, പറഞ്ഞ കാര്യം, പങ്കെടുത്ത കാര്യം ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ തെളിയിക്കാനുള്ള ശ്രമം കൂടെ നടത്തിയാൽ നമുക്ക് അവസാനം ദൈവമുമ്പാകെ നിൽക്കുമ്പം എന്തുണ്ടാകും? ഒരു തൃപ്തി ഉണ്ടാകും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നല്ല, ഒരുപാട് കാലം ജീവിച്ചു എന്നല്ല, ജീവിതത്തിൻ്റെ നീളമല്ല, അതിൻ്റെ ആഴമാണ് പ്രധാനം, അല്ലേ? ആഴം കൂട്ടാൻ ഇതൊക്കെയും സഹായിക്കട്ടെ, ഈ വിശുദ്ധരുടെ ജീവിതം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.